ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇന്നലെ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മാർക്കറ്റ്, ഇന്നലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കണ്ടവർക്കറിയാം മാർക്കറ്റിലൊരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എക്സ്പയർ ആയതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് അത് കൃത്യമായിട്ട് അത് തന്നെ സംഭവിച്ചു. എക്സ്പയർ ചെയ്ത് കാരണം മാർക്കറ്റ് നല്ലൊരു വോൾട്ടാലിറ്റിയിലേക്ക് മൂവ് ചെയ്തു. ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് എടുക്കാമായിരുന്നു. പേഴ്സണലി ഫോൺ അവൈലബിൾ അല്ലാത്ത കാരണം ഞാൻ അത് കാണുന്നത് മാത്രമേ ഉള്ളൂ, എൻട്രി എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ചാർട്ടിലേക്ക് തന്നെ പോകാം. ഓക്കെ, ഇതാണ് ചാർട്ട്. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഹൈയിൽ ഓപ്പൺ ചെയ്തിട്ട് നേരെ നമ്മുടെ ഏരിയയ്ക്ക് ഉള്ളിലേക്ക് വന്നു. ഈ ഒരു ബോക്സ് ഞാൻ വരച്ചിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കണ്ടവർക്കറിയാം ഞാൻ ഈ ബോക്സ് വരച്ചിരിക്കുന്നത് 24,000 ടു 23,960 എന്നുള്ള ഒരു ബോക്സ്. മാർക്കറ്റ് ആദ്യമേ ആ ബോക്സിനുള്ളിലേക്ക് വന്നു. അതിൻ്റെ ലോവർ സപ്പോർട്ട് ഏരിയ ആയിട്ടുള്ള 23,880 റേഞ്ചിലേക്ക് വന്ന് ടച്ച് ചെയ്തു. തിരിച്ച് വീണ്ടും 24,000 തൊട്ടടുത്തേക്ക് പോയി, തിരിച്ച് വീണ്ടും വന്നു, തിരിച്ച് വീണ്ടും ആ ക്യാൻഡലിൽ തന്നെ വീണ്ടും ഹൈ ഹിറ്റ് ചെയ്തു, വീണ്ടും താഴേക്ക് വന്നു, തിരിച്ച് കയറാൻ ശ്രമിച്ചു മാർക്കറ്റ്. അപ്പോൾ ഒരു 23,920 റേഞ്ചിൽ ഇങ്ങനെ മാർക്കറ്റ് സൈഡ് വേസ് എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 23,960 ടു 24,000 റേഞ്ചിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റേഞ്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയ്ക്കായിരിക്കും മാർക്കറ്റിന് ഓപ്പൺ ചെയ്യാൻ ഏറ്റവും സാധ്യത. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന റേഞ്ചിൽ നിന്ന് ഒന്ന് ഈ ക്യാൻഡിൽ പോലെ ഒന്ന് പുഷ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഏരിയ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തേക്കാം. പുഷ് ചെയ്ത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. ഇത് ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്ത് ഇത് തൊട്ടടുത്തുള്ള 24,100 പോകാം. 240 നമ്മുടെ അടുത്ത ലെവൽ എന്ന് പറയുന്നത്. ഇത് പോകാൻ കുറച്ച് പാടാണ്. മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഡേറ്റ ഇല്ല, എല്ലാ സ്റ്റോക്കുകളും നെഗറ്റീവിലാണ് നിൽക്കുന്നത്. IT സെക്ടർ ആണെങ്കിലും ബാങ്കിങ് സെക്ടർ ആണെങ്കിലും മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല മാർക്കറ്റ് ഒരു 24,100 മേളിൽ പോകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. ഉണ്ടെങ്കിൽ ആ രീതിക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രഷർ ചെയ്ത് തിരിച്ച് വരുവാണെങ്കിൽ അപ്പോൾ ആദ്യത്തെ ട്രേഡ് എന്ന് പറയുന്നത് 23,880 വരെയുള്ള ഫസ്റ്റ് ഒരു മൊമെൻറ്റം വന്നേക്കാം. 880 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 800 വരെയുള്ള ട്രേഡും 720 വരെയുള്ള ട്രേഡുമാണ് ഉള്ളത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ 800 ടു 24,000 ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഇത്ര പോലും പോകാൻ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഈ ഒരു ഏരിയയ്ക്ക് ഉള്ളിൽ തന്നെ മാർക്കറ്റ് ഈ ഒരു ബോക്സിനെ കണ്ടിന്യൂ ചെയ്ത് പോയി ഇതിൻ്റെ ലോവർ സൈഡും കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു മാർക്കറ്റാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വീക്കിൽ. അല്ലാണ്ട് ഇതിന് മേളിലേക്ക് വരണമെങ്കിൽ പുതിയൊരു ഡേറ്റ വന്നിട്ടില്ല. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യുക. കൃത്യമായിട്ട് SL കീപ്പ് ചെയ്യുക. SL കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലോസസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. നല്ല ഈ സൈഡ് വേസ് മാർക്കറ്റ് മാറിയിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഇത് താഴേക്ക് ഇല്ലെങ്കിൽ മേളിലേക്ക് ഏതെങ്കിലും ഒരു ക്വാളിറ്റിയുള്ള മൂവ്മെൻറ്റ് വരുമ്പോഴേക്കും അയാൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. സോ ആ ഒരു ടൈമിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുക. എല്ലാ ദിവസവും ആ ടൈം വരത്തില്ല, ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.